മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനും യൂത്ത് കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള പോരിന് അയവില്ല. കഴിഞ്ഞ ദിവസത്തെ വിമർശനത്തിന് മറുപടിയുമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് PJ കുര്യൻ. എന്നാൽ PJ കുര്യന്റെ പരാമർശം സതുദ്ദേശപരം എന്നാണ് KPCC അധ്യക്ഷന്റെയും രമേശ് ചെന്നിത്തലയുടെയും പ്രതികരണം. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനത്തിൽ നിന്ന് മുതിർന്ന നേതാവ് PJ കുര്യൻ പിന്നോട്ടില്ല. ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്നും ഇനിയും ഇത് പറയുമെന്നും വിമർശനങ്ങൾക്ക് PJ കുര്യന്റെ മറുപടി. സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കോ, സമരത്തിൽ നിർത്തിയാൽ വാർത്ത വരും, TV യിൽ വരും, അതിൽ മാത്രം കേന്ദ്രീകരിക്കാതെ നിങ്ങൾ ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോകണം. KC ജോസഫ്, ഷാനിമോൾ ഉസ്മാൻ, ചെറിയാൻ ഫിലിപ്പ് തുടങ്ങിയ നേതാക്കൾ PJ കുര്യന്റെ വിമർശനത്തിനെതിരെ രംഗത്തെത്തി. രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളും. അതിനോട് PJ കുര്യന്റെ മറുപടി ഇങ്ങനെ: ഞാൻ പറഞ്ഞതിനകത്ത് ദുരുദ്ദേശപരമായി ഒന്നുമില്ല, ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം, ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതാണ്. PJ കുര്യനെതിരായ വിമർശനം തുടരുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഈ കഴിഞ്ഞ 5 ദിവസം, 6 ദിവസം, 7 ദിവസം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള സമരങ്ങളുണ്ട് ഞങ്ങളുടേത്. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണണമെന്ന് മാത്രമേ ഞങ്ങൾ. അതേസമയം വിവാദച്ചൂട് തണുപ്പിക്കുന്നതായിരുന്നു KPCC അധ്യക്ഷന്റെയും രമേശ് ചെന്നിത്തലയുടെയും പ്രതികരണങ്ങൾ. സംഘടനയുടെ ശാക്തീകരണം, അതാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. അത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് യൂത്ത് കോൺഗ്രസും മുന്നോട്ട് പോകും. അല്ല, കുര്യൻ സാർ ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ്, അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല. എന്നാൽ സമൂഹമാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വിമർശനം തുടരുകയാണ്. 24 പത്തനംതിട്ട.